പുളിയറക്കോണത്തോട് താങ്കൾ വിട പറഞ്ഞു. പക്ഷേ പുളിയറക്കോണത്തിൻ്റെ വികസന കുതിപ്പിൽ ഒരു പക്ഷേ വഴിവെച്ചത് താങ്കൾ മാത്രമാണ്. വേറെ അതെ അതെ, ഒന്നുമില്ല. അവിടെ പാലമില്ലായിരുന്നു. ഇതൊക്കെ ഇതിൻ്റെ പുറകെ നടന്നിട്ട് സംഭവിച്ചു കഴിഞ്ഞിട്ട് ഈ നമുക്ക് കിട്ടിയതാണ്. പക്ഷെ കിട്ടിയത് ഇതാണെങ്കിലും ഉള്ള സത്യം പറഞ്ഞാലോ, ഇതൊക്കെ ആണെങ്കിലും ഞാൻ രക്ഷപ്പെടുകയാണ് ചെയ്തത്. സ്ഥലം മസാല സിനിമയിലേക്ക് തിരിച്ചു വരുമ്പോൾ ഈ സിനിമയിൽ കോമ്പിനേഷനുകളുടെ കാലഘട്ടമായിരുന്നു ആ കാലഘട്ടം. എന്താ കാരണം എന്ന് വെച്ചാൽ ഓരോ ജോഡി. അതെ അതെ. ഇപ്പോൾ 2-3 കോമ്പിനേഷൻ ഞാൻ കാണിച്ചു തരാം. മധു ശ്രീവിദ്യ, അങ്ങനെ ആൾക്കാരന്ന് മധു ശ്രീവിദ്യ കോമ്പിനേഷനെ കുറിച്ച് സംസാരിച്ചു തുടങ്ങി. ഒരുപാട് സിനിമകൾ നിങ്ങൾ ഒരുമിച്ച് അഭിനയിച്ചു. മാത്രമല്ല പിൽക്കാലത്ത് സാറിൻ്റെ വയസ്സായ വേഷങ്ങളും ശ്രീവിദ്യയുടെ കൂടെ. വിദ്യാമയും നമ്മുടെ കൂടെ ഇല്ല. ഈ കോമ്പിനേഷനുകളൊക്കെ സാധാരണ ആൾക്കാർക്ക് വേണ്ടിയുള്ള കോമ്പിനേഷൻസ് ആയിരുന്നു. സാധാരണ വലിയ ബുദ്ധിക ജാടകളുള്ള പ്രേക്ഷകരായിരുന്നില്ല, സാധാരണ പ്രേക്ഷകർ. ടൈപ്പായി പോകുന്നുണ്ടെന്നൊരു ആശങ്ക ഉണ്ടായിരുന്നോ? ടൈപ്പായി പോകുന്നുള്ളൊരു ആശങ്ക ഉണ്ടായോ? ഇല്ല, ടൈപ്പായാലും എല്ലാത്തിലും ഡിഫറെൻറ്റ് ക്യാരക്ടേഴ്സ് ആയിരുന്നു മിക്കവാറുള്ളതിലെല്ലാം. ഇപ്പോൾ ഒരു 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 ജോഡി എന്ന് പറയുമ്പോൾ പ്രേം നസീറിനെയും ശ്രീലയും കൂടെ പറയും. അതുപോലെ സത്യനെയും അംബികയും പറയുമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇന്ന് എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ശ്രീവിദ്യയും ഞാനെന്ന് പറയും. ഒന്നാമത് ഫിസിക്കലി ഞാനും ഈ തടി, അവരുടെ അത്രയും തടിയുള്ള വേറെ ഹീറോയിനില്ല, എൻ്റെ അത്രയും തടിയുള്ള വേറെ ഹീറോയും ഇല്ല മലയാളത്തിൽ. അപ്പോൾ അങ്ങനെ അതൊരു കോമ്പിനേഷനിൽ നിന്നുള്ളൊരു ഉപരിയായിട്ട് എനിക്ക് മനസ്സിലാക്കിയത് ഈ ശ്രീവിദ്യ എന്ന് പറയുന്ന സ്ത്രീയുടെ ടാലൻസ് ഉണ്ടല്ലോ. ഞാൻ സത്യം പറഞ്ഞാൽ അവർ പോയി അതുകൊണ്ട്, അല്ലെങ്കിൽ അവരെ പ്രശംസിച്ചിട്ട് കാര്യമില്ല. ഞാൻ അവരുടെ ഒരു ആരാധകനായിരുന്നു. എന്താ അഭിനയമാണെങ്കിൽ, ഡാൻസ് ആണെങ്കിൽ, പാട്ടാണെങ്കിൽ, ഇതെല്ലാം കഴിഞ്ഞ് ഭാഷയുടെ കാര്യത്തിലുണ്ടല്ലോ. ഇവിടെ നമ്മുടെ മലയാളത്തിലെ പല നായികമാരും വേറെ ആരെങ്കിലും കൂടെ ഡബ് ചെയ്യണേ. ഈ സ്ത്രീ മലയാളത്തിൽ, തമിഴിൽ, തെലുങ്കിൽ, കർണാടകത്തിൽ, ഹിന്ദിയിൽ ഇതെല്ലാം അവരുടെ വോയിസാണ്. അവരിതുവരെ ആരെയും കൊണ്ടും ഡബ് ചെയ്യിച്ചിട്ടില്ല. ഇവിടെ മംഗ്ലീഷ് സംസാരിക്കുന്ന ധാരാളം ഹീറോയിൻസ് ഉള്ളപ്പം ശുദ്ധ മലയാളത്തിൽ സംസാരിക്കുന്നവർ മാത്രം. ഈ ശുദ്ധ തമിഴിൽ ഇവരെ സംസാരിക്കുന്നത് തമിഴിൽ പോകുമ്പോൾ ദൈവം ഉച്ചപ്പോൾ എന്ത് അവസാനമായിട്ട് കഷ്ടപ്പെടുത്താനാണെന്ന് തോന്നുന്നു. ദൈവം ഇത്രയധികം ടാലൻസ് കൊടുത്തിട്ട്, ഇത്രയധികം ടാലൻസ് ഉള്ള മറ്റൊരാളെന്ന് പറയുക അവൾ ഈ എല്ലാ ഫീൽഡിലും, എല്ലാ ആർട്ടിലും ഇതെല്ലാം വാരിക്കോരി കൊടുത്തെങ്കിലും മത്സാറെ അവരുടെ ജീവിത അവസാന ഘട്ടത്തിൽ വളരെ അതാണ് ഞാൻ പറഞ്ഞത്. വേദനാജനകമായി. ഈ വാരിക്കോരി കൊടുത്തതിന് ഇതിനായിരുന്നു ദൈവം ഇതെല്ലാം വാരിക്കോരി കൊടുത്തത്. ഈ ബാക്കി ഹീറോയിൻസിന് ആർക്കും എനിക്ക് എല്ലാവരെയും ബഹുമാനമാണ്, എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ടാലൻസ് ഉണ്ട്. പക്ഷേ ഇതുപോലെ ടാലൻറ്റഡ് ആയിട്ടൊരു ആക്ട്രസിനെ, ഒരു ഹീറോയിൻ ഞാൻ പറയും, ഒരു ആക്ട്രസിനെ, ഒരു ആർട്ടിസ്റ്റിനെ ഞാൻ കണ്ടിട്ടില്ല. ഈ അവസാനത്തെ കാലം എനിക്കറിയാം, വളരെ 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 ദുഃഖകരമാണ്. വലിയ ഇതെല്ലാം അവരെ തന്നെ വരുത്തി വെച്ചതാണ്. അതെ, എല്ലാവരും തന്നെ വരുത്തി. അവരുടെ റെക്ലെസ് ആയിട്ടുള്ള പെരുമാറ്റങ്ങൾ, വാശി, ചില സമയത്ത് വാശിയെന്നും പറയാനൊക്കില്ല സാർ. ഒരുമാതിരി ഒരു കരിയിലയുടെ ഒരു സ്വഭാവം ഉണ്ടല്ലോ, കാറ്റടിച്ചാൽ പറഞ്ഞുകൂടെ. ഇതിന് കണ്ട വെയിറ്റ് എല്ലാം ഉണ്ടെങ്കിലും ഉള്ളിൽ വെയിറ്റ് ഇല്ല എന്ന് തോന്നുന്നു. അപ്പൂപ്പൻ താടി പോലെയാണ്, പറന്ന് പോവുകയാണ്. അതെ അതെ, എവിടേക്കാണ് പോകുന്നത് മാത്രം ചിന്തയില്ല. എന്തായാലും നമുക്ക് അവരുടെ ഒരു സ്മരണയ്ക്ക് മുമ്പിൽ നമുക്കൊരു ആദരാഞ്ജലികൾ അർപ്പിക്കുക എന്നല്ല, നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ കഴിയില്ല. അങ്ങനെ ഒരു വിഷമങ്ങളും ദുരന്തങ്ങളും വേറെ ആൾക്കാർക്ക് കൊടുക്കരുതേ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. സത്യം. ഒരു നാഴികക്കല്ല് വേറെ വളരെ പ്രധാനപ്പെട്ടൊരു സിനിമയായിരുന്നു മധു സാറിൻ്റെ. പത്മരാജൻ്റെ കഥയിൽ IV ശശിയാണ് ഇതിൻ്റെ സംവിധായകൻ. ഇതാ ഇവിടെ വരെ വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് ശശി സാർ നമ്മളോട് സംസാരിച്ചിട്ടുണ്ട്. ഞാനിങ്ങനെ സുഖമില്ലാണ്ട് അടുത്ത ഈ സോഫയിൽ ഇങ്ങനെ കിടക്കുകയായിരുന്നു. പെട്ടെന്ന് മധു സാറ് ഡോർബെല്ല് കേട്ട് സീമ പോയി കുട്ടി കൊടുത്തു. മധു സാറായിരുന്നു. ഞാൻ പെട്ടെന്ന് എണീറ്റിരുന്നു. എനിക്കണ്ട ഇരിക്കും എന്ന് പറഞ്ഞു. എൻ്റെ അടുത്ത് തന്നെ വന്നിരുന്നിട്ട് എങ്ങനെയുണ്ട് സുഖമുണ്ട? ഞാൻ ചോദിച്ചു, എന്താ സാർ ഇതിലെ ഈ വഴിക്ക്? അല്ല, എൻ്റെ ഒരു എനിക്ക് വേണ്ടപ്പെട്ട ഒരാൾക്ക് അസുഖം എന്ന് പറഞ്ഞ് ഈ വഴിക്ക് പോവുകയായിരുന്നു. അപ്പോഴാണ് ശശിയുടെ കൂടിയാണല്ലോ എന്ന് പറഞ്ഞു, ഒന്ന് കയറാൻ വന്നതാണ് എന്ന് പറഞ്ഞ് ഞങ്ങളിങ്ങനെ ചായയെല്ലാം കുടിച്ച് കുറേ പല കാര്യങ്ങളും സംസാരിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഇതെല്ലാം സംസാരിച്ച് കഴിഞ്ഞ് ശരി ഞാൻ ഇറങ്ങട്ടെ എന്ന് പറഞ്ഞു പോകുമ്പോൾ സീമ കൂടെ പോയി. ഗേറ്റ് വരയ്ക്ക് പോയപ്പോൾ സീമയോട് പറഞ്ഞു, ഞാനിവിടെ വരുമ്പം ശശി തീരെ അവസരമായിട്ട് സീരിയസ് ആയിട്ട് കിടക്കുന്ന ഒരു മുഖത്തോ അങ്ങനെ ഒരു കൺസെപ്റ്റിലാണ് വന്നത്. അങ്ങനെയാണ് ഞാൻ അറിഞ്ഞ വിവരം. അപ്പം
ഇതൊക്കെ അങ്ങനെ ഇത്രയും സംസാരിക്കുന്നു, എണീറ്റിരിക്കുന്നു, സംസാരിക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം വന്നു. അതുകൊണ്ടാണ് ഇത്രയും ഇരുന്നത്. അപ്പം അന്വേഷിച്ചപ്പം ഞാൻ വേറെ ആരും കാണാൻ വന്നല്ല, ശശിയെ കാണാൻ തന്നെ വന്നതാണ്. അതാണ് മാസാർ. അത്രയും മനുഷ്യത്വവും സ്നേഹവും നന്മയുള്ളൊരു മനുഷ്യനാണ്. എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാകാത്ത വ്യക്തികളിൽ ഒരാളാണ് അദ്ദേഹം. എൻ്റെ അടുത്ത് ആരോ പറഞ്ഞു ഇങ്ങനെ സുഖമില്ലാതെ ഒരു അവശനായി വലിയ കഷ്ടസ്ഥിതിയിലാണെന്ന് പറയുമ്പോൾ ഞാൻ നേരെ ഓടിപ്പോയത്. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ പറഞ്ഞ സത്യമാണ്. ഐ വാസ് വെരി ഹാപ്പി എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷത്തോടുകൂടി ഞാൻ തിരിച്ചു വന്നത്. അച്ഛൻ്റെ പല സ്വഭാവം അവസാനം കിട്ടിയിട്ടുണ്ട്. ബനാറസിലും ഡൽഹിയിലൊക്കെ കാണാൻ വന്നപ്പോൾ വേറെ പരിപാടിക്ക് വന്നതാണെന്ന് പറഞ്ഞ അതേ സ്വഭാവം IV ശശിനെ കാണാൻ പോയതാണ്, പക്ഷേങ്കിലും ഞാൻ വേറൊരു വഴിക്ക് വന്നപ്പോൾ വന്നതാണ്. അതായത് അദ്ദേഹം ഒരു രോഗിയാണെന്ന് ധാരണ അദ്ദേഹത്തിന് കൊടുക്കാതിരിക്കാൻ വേണ്ടിയാണ്. എന്തായാലും കഴിഞ്ഞ ഇടയ്ക്ക് അദ്ദേഹത്തോട് ഞാൻ സംസാരിച്ചിരുന്നു വേറൊരു കാര്യത്തിൽ. അപ്പോൾ അദ്ദേഹം പൂർവാധികം ശക്തിയോടെ മലയാള സിനിമയിലേക്ക് തിരിച്ചു വരാനുള്ള തയ്യാറെടുപ്പിലാണ്. വരട്ടെ. ഇത്രയും അനുഭവ സമ്പത്തുള്ള ഒരുപാട് ആൾക്കാരുടെ സാന്നിധ്യം മലയാള സിനിമ ഇന്ന് ആഗ്രഹിക്കുന്നുണ്ട്. സിനിമയിൽ ഇത്രയും അധികം വർക്ക് ചെയ്തിട്ടുള്ള ആരുമില്ല ശശിയെ പോലെ. ഈ ഷൂട്ടിങ്ങിന് പോയി കഴിഞ്ഞാൽ ഇരിക്കില്ല. രാത്രി എത്ര ഇരുട്ടി കഴിഞ്ഞാലും പാക്കപ്പ് ആവണത് ഉച്ചയ്ക്ക് ഊണ് കഴിയാൻ നേരത്തെ എവിടെയെങ്കിലും ഇരുന്ന് കഴിക്കുന്നതല്ലാതെ ഒരു ഷോട്ട് ഒരു തൃപ്തിയായില്ലെങ്കിൽ എത്ര വലിയ ക്യാമറാമാനാണെങ്കിലും ക്യാമറാമാൻ്റെ നിന്ന് ക്യാമറ വാങ്ങിച്ച് ഷൂട്ട് ചെയ്യും. ഒരു ഉള്ളിൽ നിന്നിങ്ങനെ വരുന്ന ഷോട്ട്സാണ് എല്ലാം. എത്രയോ സിനിമകൾ മലയാളത്തിൻ്റെ സ്കോപ്പിനെ ഒന്ന് ലാർജ് ആക്കി. അതെ, വലിയ സ്ക്രീനിലേക്ക് കൊണ്ടുവന്നു.